മോദി എത്ര വേണമെങ്കിലും ഫണ്ട് തരും നിങ്ങൾക്ക്. മോദി ഉത്തർപ്രദേശിൽ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഫണ്ട് തരും. ഫണ്ട് തന്നാൽ നിങ്ങൾ പൗരത്വ CA നടപ്പാക്കുവോ? CA നടപ്പാക്കുമോ കേരളത്തിൽ? അജിംസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ISRO ഒരു ബ്രാഞ്ച് തുമ്പയിലുണ്ട്, ശ്രീഹരിക്കോട്ടയിലുണ്ട്. ISRO നടത്തുന്ന പ്രോജക്റ്റുകൾക്ക് നമ്മളെല്ലാവരും അതിന് ബെനിഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ISRO പ്രോജക്റ്റിൽ ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അത് കേരള സർക്കാരിന് എങ്ങനെ ഗുണം ചോദിക്കുന്ന ചോദ്യത്തിന് എന്തായാലും പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ അജിത് സുബൈനോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഫണ്ട് തരും. മോദി ഫണ്ട് ഇഷ്ടം പോലെ തരും, വാരിക്കോരി തരും. നിങ്ങൾ CA നടപ്പാക്കുവോ? ഈ നിങ്ങൾ തന്നെ പറഞ്ഞ ഹിന്ദുത്വ പദ്ധതി എന്ന് പറഞ്ഞ PM ശ്രീ നിങ്ങൾ നടപ്പാക്കി. ഫണ്ട് കിട്ടിയപ്പോൾ ഫണ്ട് കിട്ടിയാൽ നിങ്ങൾ CA നടപ്പാക്കുവോ? നിങ്ങൾ എന്താ നടപ്പാക്കാതിരിക്കുക? CAക്കെതിരെ രണ്ടാമത്തെ യുനാനിമസ് ആയിട്ടുള്ള ഇത് പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിൽ അയച്ച സർക്കാരിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനാ. അത് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇന്നും മതേതരപരമായിട്ടുള്ള ചിന്തകളും അതിനുള്ള അടിസ്ഥാനവും കേരളത്തിൽ തുടരുന്നത് ഈ ഇടതുപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ടാ. ഈ RSSനെയും BJPനെയും പ്രിവെന്റ് ചെയ്യുന്ന ആരാ? ഞങ്ങളാണ്, ഈ പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ദഹിക്കുന്നില്ല. ഈ അവകാശവാദങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാമായിരുന്നു. നിങ്ങൾ ഒപ്പിട്ടോ MOU റദ്ദാക്കുകയാണെന്ന് പറഞ്ഞത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഒപ്പിട്ട MOU-നാണ് വാലിഡിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ഷിബു മീരാൻ, ഈ ഹിന്ദുത്വ പ്രൊജക്ട് എന്ന് പറഞ്ഞ PM ശ്രീ ഹിന്ദുത്വ പ്രൊജക്ടാണ്, ദേശാഭിമാനിയാണ് പറഞ്ഞത്, മറ്റാരും പറഞ്ഞതല്ല. PM ശ്രീ ഹിന്ദുത്വ പ്രൊജക്ടാണെന്ന് പറഞ്ഞത് ഷിബു മീരാൻ, ഇത് ദേശാഭിമാനിയാണ് പറഞ്ഞത്. അത് അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമായി ദേശാഭിമാനി കണ്ടിട്ടുള്ള, SFI കണ്ടിട്ടുള്ള, CPM കണ്ടിട്ടുള്ള, CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തതാണ്. ഇങ്ങനൊരു വിഷയത്തിൽ ഒളിച്ചുപോയി ഒപ്പിട്ടു. ഒളിച്ചുപോയി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി, CPI ഇരുട്ടിൽ നിർത്തി. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ഈ കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലല്ല. ഇപ്പോൾ അജിംസ് തന്നെ റജി ലൂക്കോസിനോട് ചോദിച്ചല്ലോ, നമ്മൾ ആ MOU വായിച്ചാൽ അതിനകത്ത് ഈ ശാസ്ത്ര സാങ്കേതിക, ഇപ്പം അതിനകത്ത് ജൽജീവൻ എന്ന് വെച്ചാൽ സ്കൂളുകളിലെ ആവശ്യത്തിന് വെള്ളം ഉറപ്പാക്കുക, ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക. സത്യത്തിൽ ഈ PM ശ്രീ പദ്ധതിയും അതുവഴി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളെ ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പോൾ UP ഗവൺമെന്റ് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, അവിടുത്തെ 3000 സ്കൂളുകളിൽ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ടോയ്ലറ്റുകളില്ല, ആവശ്യത്തിന് വെള്ളമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളിൽ അധ്യാപകൻ കള്ളു കുടിച്ച് ബോധം കെട്ട് മേശപ്പുറത്ത് കിടക്കുന്നു, കുട്ടികൾ അയാളുടെ ചങ്കത്ത് കയറിയിരുന്ന് കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ പലപ്പോഴും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളുകൾ, 2 സ്കൂളുകളെ മാതൃകാ സ്കൂളുകളാക്കി കാണിച്ച് ബാക്കിയുള്ള സ്കൂളുകളെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ നടപ്പാക്കിയ പ്രൊജക്റ്റാണ് ഈ